അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എല്ലാ കാര്യങ്ങളും വളരെ ബോൾഡായിട്ടും വളരെ നല്ല രീതിയിൽ തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കുന്നതാണ്. അപ്പോൾ ജോലിപരമായിട്ടും അയാളുടെ ഫാമിലിയും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ ഒക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അയാൾ അത്ര സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, അല്ലാതെ ഒരു തമാശയ്ക്ക് ഒരു ടൈം പാസ് ഒന്നുമല്ല. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വളരെ നല്ല രീതിയിലൊരു സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയൊക്കെ ഈ ഒരു പേഴ്സൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എവിടേക്കോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട്, എല്ലാ റിലേഷൻഷിപ്പും പോലെ തന്നെ. അത് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു റിലേഷനാണ്. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന ഒരു റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ലെവലാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് ഏത് ടൈമാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മുടെ മൈൻഡിലുള്ള ഇമോഷൻസും ഇതെല്ലാം ഫ്രീ ആക്കി വിടുക. മസിൽസൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സോ നമുക്ക് റീഡിങ് തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലൊരു അറ്റാച്ച്മെൻറ്റും ഭയങ്കര അഡിക്ഷനാണ്. ആ ഒരു രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിയോട് വളരെ ഇഷ്ടമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു ബോണ്ടാണ്. അപ്പോൾ വളരെ മാച്ചിങ് വളരെ സ്മൂത്തായിട്ടൊക്കെ പോവാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ തമ്മിലുള്ളിൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ചില സമയത്ത് ആ ഒരു വ്യക്തി ഭയങ്കര സെൽഫിഷായിട്ടും അതുപോലെ തന്നെ ഭയങ്കര നിങ്ങൾക്ക് ഒരു സ്ട്രിക്റ്റ് ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ആ ഒരു പേഴ്സണോട് സംസാരിക്കാനും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ ഒരു ചെറിയൊരു പേടിയൊക്കെ നിങ്ങൾക്കുണ്ട്. അത് അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മെയിനായിട്ടൊരു പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടവും കാര്യങ്ങളും, പക്ഷെ നിങ്ങൾ ചെറുതായിട്ട് ആ ഒരു വ്യക്തിനെ പേടിക്കുന്നുണ്ട്. അതെങ്ങനെയാകും, പറഞ്ഞാൽ എങ്ങനെ എടുക്കും, അതല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുമോ എന്നൊക്കെ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതല്ലാതെ നിങ്ങൾ തമ്മിൽ ഇഷ്ടക്കുറവൊന്നുമില്ല. രണ്ടുപേരും ഭയങ്കര ഡെപ്തിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടും എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടും ഒക്കെ ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പോൾ എല്ലാത്തിലും വ്യക്തമായിട്ടൊരു ധാരണയൊക്കെ ഉണ്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഫ്യൂച്ചർ വേണ്ടതെന്നൊക്കെ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അയാൾ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ വാശിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വേറെ ആൾക്കാർ മുമ്പിലൊക്കെ ആണെങ്കിലും നോർമലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങളോട് അയാൾ കുറച്ച് ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ കാണിക്കുക. അത് നിങ്ങളോടുള്ള ദേഷ്യമൊന്നും കൊണ്ടല്ല. നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ആ ഒരു വ്യക്തി കാണിക്കുന്നത്. അതല്ലാതെ ഇഷ്ടക്കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് ആ ഒരു പേഴ്സൺ ബാക്കിയുള്ള എല്ലാ തരത്തിലും ആ ഒരു വ്യക്തി വളരെ നല്ല ഒരു പേഴ്സണാണ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് മാത്രം ആ ഒരു സ്നേഹക്കൂടലിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു പൊസസീവ്നെസ് ഒക്കെ കാണിക്കുന്നതാണ്. അതല്ലാതെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യമോ ഒന്നുമില്ല. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര അത് ജെന്യൂനായിട്ട് വളരെ ഡെപ്തിലുള്ളൊരു ഇമോഷനും അതേപോലത്തെ ഒരു ഫീലിങ്സും ഒക്കെ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഈ ഒരാൾ നിങ്ങളെ കാണുന്നത് വെച്ചാൽ അയാളുടെ ലൈഫിലൊരു നിങ്ങളൊരു പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷേ എങ്കിലും അത്ര ഡെപ്തിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലോട്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അയാൾ ആഗ്രഹിച്ച പോലത്തെ ഒരു പേഴ്സണാലിറ്റിയും അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അയാളുടെ സ്വപ്നങ്ങളിൽ കണ്ടതുപോലെ തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയതിൽ അയാൾ വളരെ ഹാപ്പിയാണ്. സോ
അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ആ ഒരു വ്യക്തി. നിങ്ങൾ തമ്മിലുള്ള ചെറിയ വഴക്കുകളൊക്കെ മാറ്റി, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. ബിക്കോസ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടവും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ഒരു ലൈഫ് സ്പെൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ, അതായത് നിങ്ങൾ തമ്മിലുള്ള എനർജിയൊക്കെ കുറേയൊക്കെ മാച്ചിങ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അയാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണും ഒരു വഴക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ, ആ ഒരു വ്യക്തി അതുപോലെയൊന്നും അല്ല കാണുന്നത്. നിങ്ങളിൽ നിന്നും കുറച്ചുകൂടി മെച്യൂർഡായിട്ടുള്ള ഒരു ക്യാരക്ടറിലുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ലൈഫൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടും, അപ്പോൾ അതുപോലെ ചെറിയ വഴക്കുകൾക്കൊന്നും ആ വ്യക്തി നിൽക്കാറില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. എല്ലാ ആൾക്കാർക്കും അയാളോട് വളരെ താല്പര്യവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങളോട് ഒരു ചെറിയ പൊസസീവ്നെസ് ഒക്കെ കാണിക്കുന്ന ആ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത്രയേ ഉള്ളൂ. അതല്ലാതെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ദേഷ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അയാൾ സമ്മതിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ കുറച്ചുകൂടി ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ കുറച്ച് മെച്യൂർഡായിട്ടുള്ളൊരു സ്വഭാവം കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ അയാൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട് ഈ ഒരു റിലേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെ കൊണ്ടുപോകണം, ഇതെങ്ങനെ ഫ്യൂച്ചറിൽ വരെ എനിക്ക് എത്തിക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ പേഴ്സണലി ഫിസിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും പ്രൊഫഷണലിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പേഴ്സൺ മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് വളരെ സ്മൂത്തായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അയാൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ അയാളുടെ ലൈഫിൽ കിട്ടിയതിൽ. അപ്പോൾ അതുപോലെ നമുക്കിവിടെ കിട്ടിയ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ചില സമയത്ത് ഭയങ്കര ഡൗട്ട്സ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ കാണിക്കുന്ന അത്രയും തന്നെ എന്നോട് തിരിച്ച് കാണിക്കുന്നുണ്ടോ, ഇതിങ്ങനെ എന്താണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില സമയത്ത് കാണിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ചുമ്മാ വെറുതെ ആലോചിച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടി യാതൊരു കാര്യമില്ല. ബിക്കോസ് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സ്ട്രോങ്ങും ഡെപ്തും ആയിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പ്രാവശ്യവും നമുക്ക് ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വരും. നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു ചൈൽഡിഷ് ക്യാരക്ടറൊക്കെ മാറ്റി നല്ല ഒരു ആംഗിളിൽ കാണുവാണെങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റിലേഷനാണ്. ബിക്കോസ് ആ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ, നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ച് വിളിക്കുകയല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ അത് ചുമ്മാ ജസ്റ്റ് വിടുക. അത് അപ്പോഴത്തെ ആ ഒരു ഇതിൽ നിങ്ങളോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്ത് അതങ്ങ് മാറ്റുക. അതല്ലാതെ നിങ്ങൾ മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോവാതെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ ആരും വരുമോ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ ഇട്ടിട്ട് പോകുമോ ഒന്നും പേടിക്കേണ്ട. ആ വ്യക്തി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഈ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടായാലും എന്തൊക്കെ വന്നാലും ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകത്തില്ല. നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും എല്ലാ കാര്യത്തിനും ആ ഒരു പേഴ്സൺ കാണും. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചും പുറത്തുമൊക്കെ പോകാൻ ശ്രമിക്കുക. ബിക്കോസ് ആ ഒരു പേഴ്സണ് നിങ്ങളോട് അത്രയ്ക്ക് ഡെപ്തിൽ ഇഷ്ടമാണ്. നിങ്ങളായിട്ടുള്ളൊരു ഫാമിലിയും ഒരു ലൈഫും നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തും സന്തോഷിച്ചൊക്കെ ഇരിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഡെപ്തിൽ, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നല്ലൊരു ഡെപ്തിൽ പോകാനും മേ ബി ഫാമിലീസൊക്കെ അറിഞ്ഞ് നിങ്ങളൊരു മാരേജിലോട്ടൊക്കെ വരാനും ഒക്കെ ഉള്ളൊരു ചാൻസസ് കാണുന്നുണ്ട്. ബിക്കോസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷനാണിത്. അപ്പോൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്ന നല്ല ഒരു റിലേഷൻഷിപ്പും ആണ്. അപ്പോൾ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇവിടെ റീഡിങ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.